ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കനെ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഇന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ അച്ചാർ ഉണ്ടാക്കാൻ 450 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് എല്ലൊന്നുമില്ലാത്ത കഷ്ണം നോക്കിയിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നല്ലോണം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് കുഴച്ചൊന്ന് മിക്സാക്കിയിട്ട് 5 മിനിറ്റ് നേരം അങ്ങനെ വെക്കുക. മഞ്ഞളും ഉപ്പും കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു 8 ചുള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും, പച്ചമുളക് മുറിച്ചെടുക്കും വേണം. 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക്. ഇതൊക്കെ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അത് വറുത്തെടുക്കേണ്ടത്. കരിയാതെ വേണം വറുത്തെടുക്കാൻ. ഈ ഉലുവയും കടുകൊക്കെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു പാകത്തിലാണ് ഇത് വാങ്ങി വയ്ക്കേണ്ടത്. എന്നിട്ടിത് നല്ലോണം മിക്സീൻ്റെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക വേണ്ടത്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. അപ്പോഴേക്കും ഒരു പാനിൽ ചിക്കൻ ഒന്നാ വെള്ളമയൊക്കെ പോയിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ പിടിക്കാൻ മറന്നുപോയതാണേ. ചിക്കൻ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഒരു വെള്ളം ഇങ്ങനെ ഊർന്ന് വരുമല്ലോ, ആ വെള്ളമൊക്കെ ഇപ്പോൾ നല്ലോണം വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. 100 ഗ്രാം നല്ലെണ്ണയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ പീസുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ വല്ലാതെ മൊരിയൊന്നും വേണ്ട. അങ്ങനെ ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിങ്ങോട്ട് കോരി മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് കോരി മാറ്റുക. ഇനി ആ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണത്. അത് ഞാൻ വറുത്ത് പൊടിച്ച ജാറിലാണ് ഇത് അരച്ചെടുത്തത്. അതുകൊണ്ടാണ് ഒരു കറുപ്പ് കളർ വന്നത് കേട്ടോ. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല മൂത്തിട്ടുണ്ട്. ഇനി ആ പച്ചമുളകും കറിവേപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് ആ കറിവേപ്പിലൊന്നും ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു പൊടിയുടെ പാകത്തിലാവുന്ന സമയത്താണ് അത് മൂത്തിനെന്നറിയാം. ഇപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടെടുത്തത്. പാകത്തിൽ ലേശം ഉപ്പ്, ആദ്യം ലേശം ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതിന് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആ വറുത്ത് പൊടിച്ച പൊടികൾ അതിൽ ചേർത്തി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ചിക്കൻ്റെ പീസുകൾ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഒരു ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ ഗ്ലാസ്സിനൊരു 3/4 ഗ്ലാസ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നല്ലെണ്ണ, ഈ എള്ളെണ്ണ തന്നെ ഉപയോഗിക്കുകയാണ് നല്ലത്. ഈ അച്ചാർ കാണുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ. സ്വാദിഷ്ടമായ ഒരു ചിക്കൻ അച്ചാറാണ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇതിനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.